അനന്തപുരിയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറയിലാണ് ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ. ബി നിലവറ തുറക്കണമെന്നും പറഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭരണസമിതിയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അതായത് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകൃതമായിട്ടുള്ള ഭരണസമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് ഈ ബി നിലവറയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2011 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മറ്റ് നിലവറകൾ തുറന്നത്. അന്ന് ആ നിലവറകളൊക്കെ തുറന്ന് അവിടെ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണ രത്ന ശേഖരങ്ങളുടെ മൂല്യനിർണയവും നടത്തിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ബി നിലവറ തുറക്കണം, അതിലേക്ക് കടക്കുന്ന അവസരത്തിൽ പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുണ്ടായി. ക്ഷേത്ര തന്ത്രിയുടെ അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെയും എതിർപ്പുണ്ടായി. അത് തുറന്നു കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും, അത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം പറയുകയും വിലമതിക്കാനാവാത്ത അപൂർവ ശേഖരങ്ങളുള്ള നിലവറ വിവിധ കാരണങ്ങളാൽ അന്ന് തുറന്ന് പരിശോധിക്കാതെ മാറ്റി നിർത്തിയിരുന്നു. ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ പല അനിഷ്ടങ്ങളാണ് സംഭവിക്കുക എന്നും വിശ്വാസങ്ങളുടെ ലംഘനമായിരിക്കും നടക്കാൻ പോവുക എന്നും അഭിപ്രായങ്ങൾ ഉയർന്നതോടെയാണ് അതിൽ നിന്ന് ഭരണസമിതി വിട്ടുനിന്നത്. അങ്ങനെ പിന്മാറിയത്. ബി നിലവറ തുറക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ തന്നെ അന്നത്തെ ആ വിദഗ്ധ സമിതിയിലെ അംഗമായിരുന്ന ജസ്റ്റിസ് CS രാജന്റെ കാൽ മുറിഞ്ഞ് രക്തം വന്നതും ഈ വിശ്വാസത്തിന് ഒരു കാരണമായി മാറുകയും ചെയ്തു. അങ്ങനെ അത് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. വൈഷ്ണവ ആചാരപ്രകാരം 1 or 8 നിലവറകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുള്ളത്. ഈ ബി ഒഴികെയുള്ള 4 നിലവറകളിലാണ് 2011 പരിശോധന നടന്നത്. ഈ ശ്രീകോവിലിന്റെ വടക്ക് വശത്ത് സരസ്വതി കോണിലുള്ള നിലവറ ഏറെക്കുറെ ശൂന്യമാണെന്നാണ് നിഗമനം. മറ്റ് 2 അറകളെ കുറിച്ചും അത്ര കൃത്യമായിട്ടുള്ള അറിവ് ഇല്ല. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ ഈ ഭരണസമിതി ഇപ്പോൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അക്കൂട്ടത്തിലാണ് ഈ ബി നിലവറ തുറക്കുന്നതിനെ കുറിച്ചും ചർച്ചയിലേക്ക് പോയത്. ബി നിലവറയെ പറ്റി നിരവധി വിശ്വാസികളുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത് തുറന്നു കഴിഞ്ഞാൽ കടൽ വെള്ളം ഇവിടേക്ക് കയറും എന്നും ഈ അറയിൽ വലിയ തുരങ്കമുണ്ടെന്നും നിധിശേഖരത്തിനാണ് നാഗങ്ങളുടെ കാവലുണ്ടെന്നും ഒക്കെയാണ് വിശ്വാസം. നാഗങ്ങൾ ഉള്ള ഇടം കൂടിയാണ് ഈ ബി നിലവറ എന്നും പറയുന്നുണ്ട്. മറ്റ് നിലവറകൾ തുറന്ന് കണക്കെടുപ്പ് നടത്തിയപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്, അതിലെ അംഗമായിരുന്ന ഈ കെ ജയകുമാർ IAS തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച്, ഇത് കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏവരെയും കൺചിമ്മുമാറുള്ള ആ ഒരു കാഴ്ച അന്താളിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. എത്രയോ കിലോ ഭാരമുള്ള ശരപ്പൊളിമാല, രത്നങ്ങൾ, അങ്ങനെ വൈഢൂര്യ കല്ലുകൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ലക്ഷം കോടി നിധി ശേഖരമുള്ള ഒരു ഉറവിടമായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മാറുകയാണ് ചെയ്തത്. 5000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ യഥാർത്ഥത്തിൽ നിഗൂഢതകളുടെ ഒരു നിലവറയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇത് ഇത്രയും നിലവറയ്ക്കകത്തുനിന്ന് കണ്ടുവെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് ഇത് കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം പറഞ്ഞു കേട്ടു വാക്കുകളിലൂടെ മാത്രം അറിയുന്ന കാര്യങ്ങളിലാണ്. ഇത് പ്രത്യേക ഒരു സമിതി മാത്രം അത് കണ്ടു, കണക്കെടുപ്പ് നടത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെ അതാത് നിലവറകളിൽ സൂക്ഷിച്ചു വളരെയധികം വ്യക്തമാർന്ന റെക്കോർഡിക്കൽ സൗകര്യങ്ങളോടുകൂടി തന്നെ ഇതെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അല്ലാതെ ഒരു
പൊതുജനങ്ങൾക്ക് പ്രദർശനത്തിനായിട്ട് ഇത് തുറന്നു കൊടുത്തിട്ടുമില്ല. അതിനുശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനമെന്ന് പറയുന്നത് പത്മനാഭൻ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് കഴിയുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള വളരെ സുരക്ഷിതമായ രീതിയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം മുമ്പോട്ട് പോകുന്നത്. ഇതിനൊപ്പമുള്ള മറ്റ് 4 നിലവറകൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് തുറന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന് ഏകദേശം 1,00,000 കോടി രൂപയോളം വിലമതിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വാങ്ങാനുള്ള അത്രയും ശേഷി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിലുണ്ട് എന്ന് സാരം. 4 നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധിയിൽ സ്വർണം, രത്നങ്ങള്, സ്വർണ പ്രതിമകള്, സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പലതരം വിലപിടിപ്പുള്ള വസ്തുക്കളുമുണ്ട്. ഇതിൽ ബി നിലവറയിലെ നിധിക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടെന്ന് കരുതുന്നു. ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അറ മുഖ്യമായും തുറക്കാതിരുന്നതെങ്കിലും രാജകുടുംബത്തിന് ഈ നീക്കത്തോട് ഒട്ടും താല്പര്യമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്ഷേത്ര കാര്യങ്ങളുടെ മുഴുവൻ ചുമതല വഹിക്കുന്നത് തന്ത്രിയാണ്. തന്ത്രിക്കാണ് പ്രധാന റോള് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശ വിഷയത്തിൽ തന്നെ അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചപ്പോൾ തന്ത്രിയാണ് തീർച്ചപ്പെടുത്തിയത് ആ ക്ഷേത്ര നട അടയ്ക്കുക, ഇനി ശുദ്ധിക്രിയകൾ നടത്തിയതിന് ശേഷം തുടർന്ന് പൂജകൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് തീർച്ചപ്പെടുത്തിയത്. അപ്പൊ തന്ത്രി പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തന്ത്രിയാണ് ആ ഏത് ക്ഷേത്രത്തിൻ്റെയും നടത്തിപ്പ് എന്ന് പറയുന്നത്. നിർദ്ദേശാനുസരണം അവിടുന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ക്ഷേത്ര തന്ത്രിയും കവടിയാർ കൊട്ടാരവും ഈ തീരുമാനത്തോടെ യോജിക്കുന്നില്ല. ബി നിലവറ പക്ഷേ കൊട്ടാരം ഈ തീരുമാനത്തോടെ യോജിക്കാത്തത് കൊണ്ട് കൊട്ടാരത്തിനെതിരായി പലരും രംഗത്ത് വരുന്നുണ്ട്. കൊട്ടാരത്തിൽ ബി നിലവറയിൽ ഉണ്ടായിരുന്ന അമൂല്യ ശേഖരങ്ങളുടെ ഒരു കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പലതും കൊണ്ടുപോയിരിക്കുന്നു ആരൊക്കെയോ എന്ന് പറയുന്നു. അതിന് അപ്പോൾ കൊട്ടാരം ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് കൊട്ടാരം അതിന് വിസമ്മതിക്കുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുകയും ചെയ്യുന്നു. എന്തായാലും കൊട്ടാരവും തന്ത്രിയും ഇതിനോട് യോജിക്കുന്നില്ല. തന്ത്രി കൊട്ടാരം പറയുന്നത് അനുസരിച്ച് തന്നെ ആയിരിക്കും തന്ത്രിയുടെ നീക്കവും. പക്ഷേ സുപ്രീം കോടതിയും കൂടെ നിശ്ചയിച്ചിരിക്കുന്ന ഭരണസമിതിയാണ് ഉൾപ്പെടെയുള്ള ആ സമിതിയിൽ വരുന്നതാണ് തന്ത്രിയും കൊട്ടാരം പ്രതിനിധിയും. അവരുടെ കൂടെ നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ എന്തായാലും ഒരുപക്ഷെ ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 1,00,000 കോടി എന്നുള്ള ഇനിയും 10 മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കേട്ടറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതിൽ കണ്ടതിനേക്കാൾ 10 മടങ്ങ് വൈഢൂര്യവും രത്നവും സ്വർണവും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകാം എന്നാണ് അതിൻ്റെ ഒരു ചരിത്രകാരന്മാരുടെയും കൊട്ടാരം ഈ വക കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം ഒരു വലിയ കോടീശ്വരനാണ് അവിടെ പത്മനാഭന്റെ സന്നിധി എന്നുള്ളതാണ്.